Dear children, welcome to first year zoology class. Digestion and absorption എന്ന ചാപ്റ്ററിലെ നാലാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത്. In the previous classes, we have discussed how carbohydrate and protein get digested in different parts of the digestive system. Today, we will learn how fat or lipid gets digested in the digestive tract. എങ്ങനെയാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പിന് ദഹനം സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാം കഴിക്കുന്നവയിൽ ഫാറ്റ് അടങ്ങിയ ആഹാരം ഏതൊക്കെയാണ്? ധാരാളം ആഹാരപദാർത്ഥങ്ങളിൽ കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. എണ്ണ, നെയ്യ്, ഇറച്ചി, മീൻ തുടങ്ങി കൊഴുപ്പടങ്ങിയ ധാരാളം ഭക്ഷണം നമ്മൾ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് നമ്മുടെ ദഹനവ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. First part of the alimentary canal where digestion begins is the mouth or buccal cavity or oral cavity. Oral cavity il saliva undu, but there is no fat digestion or lipid digestion. Buccal cavity il vechu lipidinu dahanam sambhavikkunnilla. പ്രധാനപ്പെട്ട ഒരു കാരണം സലൈവ കണ്ടെയ്ൻസ് നോ ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈംസ്. ഉമിനീരിൽ കൊഴുപ്പിൻ്റെ ദഹനത്തിന് സഹായകമായ യാതൊരു എൻസൈമും ഇല്ല. നെക്സ്റ്റ് പാർട്ട് ഇസ് സ്റ്റൊമക്ക്. അപ്പോൾ വായിൽ നിന്ന് ഈ ഫാറ്റി ഫുഡ് നേരെ സ്റ്റൊമക്കിലേക്കാണ് പോകുന്നത്. സ്മോൾ എമൗണ്ട് ഓഫ് ലിപ്പേസസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഗ്യാസ്ട്രിക് ജ്യൂസ്. ആമാശയ രസത്തിൽ നേരിയ അളവിൽ ലിപ്പേസസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എങ്കിലും ഗണ്യമായ ദഹന പ്രക്രിയ ആമാശയത്തിൽ വച്ചും സംഭവിക്കുന്നില്ല. വളരെ നേരിയ അളവിലാണ് ലിപ്പേസസ് ഉള്ളത്. അത് കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ മാത്രം പര്യാപ്തമല്ല. നൗ ഫാറ്റ് ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഈ ഭക്ഷണം നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് കടക്കുന്നത്. ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ digestion process is facilitated by pancreatic juice and intestinal juice or succus entericus. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഏത് പദാർത്ഥത്തിൻ്റെ ആണെങ്കിലും ദഹനത്തിന് സഹായിക്കാൻ ബൈൽ, പാൻക്രിയാറ്റിക് ജ്യൂസ്, ഇൻറ്റസ്റ്റിനൽ ജ്യൂസ് എന്നിവയുണ്ട്. ഇതിൽ ഓരോന്നും എങ്ങനെയാണ് ഡൈജഷനെ സഹായിക്കുന്നത് നോക്കാം. ബൈൽ ഈസ് സെക്രീറ്റഡ് ഫ്രം ലിവർ ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഗാൾ ബ്ലാഡർ. ഡൈജഷൻ ആവശ്യം വരുന്ന സമയത്ത് ഗാൾ ബ്ലാഡറിൽ നിന്ന് സിസ്റ്റിക് ഡക്റ്റ് വഴി ഇറ്റ് റീച്ചസ് ദ ഡിയോഡിനം ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഡിയോഡിനൽ പാർട്ടിലേക്ക് എത്തിച്ചേരും. ആക്ച്വലി ബൈൽ കണ്ടെയ്ൻസ് നോ എൻസൈംസ്. ശരിക്കും പറഞ്ഞാൽ ബൈലിനകത്ത് ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകളൊന്നും തന്നെ ഇല്ല. ബട്ട് ബൈൽ ഹെൽപ്പ് ഇൻ ദ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ്. കൊഴുപ്പ് കണികകളെ ചെറിയ കണികകളാക്കി മാറ്റാൻ സഹായിക്കും. എമൽസിഫിക്കേഷൻ. വാട്ട് ഈസ് എമൽസിഫിക്കേഷൻ? എമൽസിഫിക്കേഷൻ ഈസ് the breaking down of complex lipid molecules into small tiny droplets. വലിയ കൊഴുപ്പ് തന്മാത്രകളെ ചെറിയ ചെറിയ കണികകളാക്കി മാറ്റുകയാണ് ബൈൽ ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെയാണ് എമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ബൈൽ ആക്ടിവേറ്റ്സ് ലിപ്പേസസ്. ഇനാക്റ്റീവ് ഫോമിലായിരിക്കുന്ന ലിപ്പേസസിനെ ആക്ടിവേറ്റ് ചെയ്യാനും ബൈൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബൈലിന് കൊഴുപ്പിൻ്റെ ദഹനത്തിൽ നേരിട്ട് പങ്കൊന്നുമില്ലെങ്കിലും it helps in the emulsification of fat and it activates lipases that facilitate the digestion of fat. അപ്പോൾ ബൈല് കൊഴുപ്പിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി. Now pancreatic juice and intestinal juice. Both pancreatic juice and intestinal juice contains lipases. പാൻക്രിയാസിൽ പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് പാൻക്രിയാറ്റിക് ലിപ്പേസസ് ഉണ്ട്. ഇൻറ്റസ്റ്റിനൽ ജ്യൂസിനകത്ത് ഓൾസോ ലിപ്പേസസ് ആർ പ്രസൻറ്റ്. അപ്പോൾ ഇവയും ഫാറ്റിൻ്റെ ഡൈജഷന് സഹായിക്കുന്നുണ്ട്. ഹൗ പാൻക്രിയാറ്റിക് ലിപ്പേസ് ആക്ട് ഓൺ ഫാറ്റ്സ്? പാൻക്രിയാറ്റിക് ലിപ്പേസ് കൺവേർട്ട് ഫാറ്റ്സ് ഇൻറ്റു ഡൈഗ്ലിസറൈഡ്സ് ആൻഡ് ദെൻ ടു മോണോഗ്ലിസറൈഡ്സ്. ലിപ്പിഡ് മോളിക്യൂൾസിനെ ഡൈഗ്ലിസറൈഡുകളായിട്ടും അതിനെ തുടർന്ന് മോണോഗ്ലിസറൈഡുകളായിട്ടും മാറ്റാൻ പാൻക്രിയാറ്റിക് ലിപ്പേസസിന് കഴിവുണ്ട്. ഇങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെട്ട ഡൈഗ്ലിസറൈഡ്സ് ആൻഡ് മോണോഗ്ലിസറൈഡ്സ് are finally converted to fatty acids and glycerol with the help of
lipases present in intestinal juice. ആന്ത്രരസത്തിൽ അടങ്ങിയിരിക്കുന്ന ലിപ്പേസസ് ആണ് ഏറ്റവും അവസാനമായി ഡൈഗ്ലിസറൈഡ്സിനെയും മോണോഗ്ലിസറൈഡ്സിനെയും ഏറ്റവും ലഘുഘടനയുള്ള അല്ലെങ്കിൽ ഏറ്റവും ലഘുഘടകങ്ങളായ ഫാറ്റി ആസിഡുകളായും ഗ്ലിസറോളുകളായും മാറ്റുന്നത്. അപ്പോൾ ഫൈനൽ ഡൈജഷൻ ഓഫ് ഫാറ്റ് ഓർ ലിപ്പിഡ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. Bile assists the process of digestion. Pancreatic lipases help in the conversion of fat into diglycerides and monoglycerides. Finally, lipases present in intestinal juice convert diglycerides and monoglycerides into fatty acids and glycerol. These are the end products of fat digestion. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ഡൈജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ദീസ് ആർ ദ മേജർ കോമ്പണൻസ് ഓഫ് ഫുഡ്. ഇത് മാത്രമല്ലാതെ മറ്റു പല വസ്തുക്കൾക്കും നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിനകത്ത് വെച്ച് ദഹനം സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡൈജഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. ന്യൂക്ലിക് ആസിഡുകൾക്കും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൽ വെച്ച് ഡൈജഷൻ സംഭവിക്കുന്നുണ്ട്. പാൻക്രിയാറ്റിക് ജ്യൂസ് കണ്ടെയ്ൻ ആൻ എൻസൈം കോൾഡ് ന്യൂക്ലിയേസസ്. ന്യൂക്ലിയേസസ് ഈസ് an enzyme that help in the breakdown of nucleic acid. അപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂക്ലിക് ആസിഡ്സിനെ കുറച്ചുകൂടി സിമ്പിൾ മോളിക്യൂൾസ് ആയ ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ന്യൂക്ലിയോസൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ന്യൂക്ലിയോടൈഡുകളും ന്യൂക്ലിയോസൈഡുകളുമാക്കി മാറ്റും. പാൻക്രിയാറ്റിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂക്ലിയേസസ് ആണ് ഇത് ചെയ്യുന്നത്. ഈ ന്യൂക്ലിയോടൈഡ്സും ന്യൂക്ലിയോസൈഡ്സും വീണ്ടും ഏറ്റവും സിമ്പിൾ ഫോമായിട്ടുള്ള ഷുഗറായിട്ടും ബേസസ് ആയിട്ട് മാറണം. ദിസ് കൺവേർഷൻ ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ന്യൂക്ലിയോറ്റിഡേസസ് ആൻഡ് ന്യൂക്ലിയോസിഡേസസ് പ്രസൻറ്റ് ഇൻ ഇൻറ്റസ്റ്റിനൽ ജ്യൂസ്. ഇൻറ്റസ്റ്റിനൽ ജ്യൂസിനകത്ത് വേറെ രണ്ട് എൻസൈമുകളുണ്ട്, ന്യൂക്ലിയോറ്റിഡേസസ് ഓർ ന്യൂക്ലിയോടൈഡേസസ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് പ്രൊനൗൺസ് ചെയ്യാം, ആൻഡ് ന്യൂക്ലിയോസിഡേസസ്. ഈ രണ്ട് എൻസൈമുകൾ എങ്ങനെയാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്? Nucleotidases act upon nucleotides and convert them to nucleosides. Nucleosidases, another enzyme, act upon nucleosides and convert them to sugars and bases. So sugars and bases are the end products of nucleic acid digestion. ദഹന വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഈ ബയോ മാക്രോ മോളിക്യൂൾസിന്, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് തുടങ്ങിയ മാക്രോ മോളിക്യൂൾസിന് ദഹനം സംഭവിക്കുന്നുണ്ടെങ്കിലും ഫൈനൽ digestion or final breakdown of all these biomacromolecules takes place in the duodenum region of the small intestine. ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഡിയോഡിനത്തിൽ വെച്ച് ദഹനം, എല്ലാ വസ്തുക്കളുടെയും ദഹനം പൂർത്തിയാകുന്നു. ദഹിച്ചു കഴിഞ്ഞ ആഹാരപദാർത്ഥങ്ങൾക്ക് ഇനി എന്താണ് സംഭവിക്കേണ്ടത്? ഇവ ശരീരദ്രവങ്ങളിലേക്ക് ആഗിരണം ചെയ്യപ്പെടണം, ശരീരകോശങ്ങളിലേക്കും കലകളിലേക്കും എത്തിച്ചേരണം, ഇവ ശരീരകലകളുടെ ഭാഗമായി തീരണം. അപ്പോൾ ഡൈജഷൻ കഴിഞ്ഞാൽ അതിനെ തുടർന്ന് വരുന്ന പ്രോസസ്സാണ് അബ്സോർപ്ഷൻ. All the digested nutrients have to be absorbed to the body fluids in order to perform various life activities. വ്യത്യസ്ത ജീവൽ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിന് ഇങ്ങനെ ദഹിച്ച് ഉണ്ടായ പോഷക ഘടകങ്ങളെ ശരീരകലകളുടെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് അബ്സോർപ്ഷൻ. Absorption of these simple substances like glucose, amino acids, sugars, simple sugars, etc. takes place in the small intestine, particularly in the jejunum and ileum region. ഡിയോഡിനത്തിൽ വെച്ച് ദഹനം പൂർത്തിയായി കഴിഞ്ഞാൽ തൊട്ടടുത്ത ഭാഗത്തേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. ജജനത്തിലും ഇലിയത്തിലും വെച്ചിട്ടാണ് ഈ പദാർത്ഥങ്ങൾ രക്തത്തിലേക്കും ലിംഫിലേക്കും ആഗിരണം ചെയ്യപ്പെടുന്നത്. Then what is absorption? Absorption is the process of taking in the digested nutrients to the intestinal mucosa, then to cells and to associated tissues and organs. ഡൈജസ്റ്റ് ചെയ്ത ഫുഡിനാണ് അബ്സോർപ്ഷൻ സംഭവിക്കുന്നത്. നാം കഴിക്കുന്ന ആഹാരത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ഡൈജസ്റ്റ് ചെയ്യുന്നില്ല, എല്ലാ വസ്തുക്കളെയും ശരീരം ആഗിരണം ചെയ്യുന്നുമില്ല. So the undigested and unabsorbed substances
are passed to the next region of the digestive tract called large intestine. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഡൈജഷൻ പൂർത്തിയായി, ജജനം ആൻഡ് ഈലിയം പാർട്ടിൽ വെച്ച് അബ്സോർപ്ഷനുമുണ്ട്. എന്നിട്ടും അവശേഷിക്കുന്ന ദഹിക്കാത്തതും ആഗിരണം ചെയ്യപ്പെടാത്തതുമായ വസ്തുക്കൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി. അവിടെ പ്രകടമായ ദഹന പ്രക്രിയ ഒന്നും നടക്കുന്നില്ല. ദെൻ വാട്ട് ഹാപ്പൻസ് ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ? വൻകുടലിൽ വെച്ച് എന്താണ് സംഭവിക്കുന്നത്? ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ വാട്ടർ, മിനറൽസ് ആൻഡ് ഡ്രഗ്സ് ആർ അബ്സോർബ്ഡ്. ആഗിരണം പ്രധാനമായി നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ജജനത്തിലും ഇലിയത്തിലുമാണെങ്കിലും വാട്ടർ, മിനറൽസ് ആൻഡ് സർട്ടൻ ഡ്രഗ്സ്, ചില ഔഷധങ്ങളും ജലവും ധാതുക്കളുമൊക്കെ വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ ലാർജ് ഇൻറ്റസ്റ്റൈൻ സെക്രീറ്റ്സ് മ്യൂക്കസ് that help in adhering the undigested waste particles together and lubricating for an easy passage. വൻകുടലിൽ മ്യൂക്കസ് അഥവാ ശ്ലേഷ്മം സ്രവിക്കപ്പെടുന്നു. ഈ മ്യൂക്കസിൻ്റെ സഹായത്താൽ ദഹിക്കാത്ത വസ്തുക്കൾ കൂടിച്ചേരുകയും ഇവ വഴുവഴുപ്പുള്ളതായി തീരുകയും സുഗമമായി പുറത്തേക്ക് സഞ്ചരിക്കാൻ ഇടയാവുകയും ചെയ്യും. അപ്പോൾ അൺഡൈജസ്റ്റഡ് വേസ്റ്റ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ അവസാന ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ ഇതിനെ വഴുവഴുപ്പുള്ളതാക്കി മാറ്റുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസ് ആണ്. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ രണ്ട് ഫങ്ഷൻസ് ആണ് അവിടെ ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, മിനറൽസ് ആൻഡ് സർട്ടൻ ഡ്രഗ്സ്. ദ സെക്കൻഡ് ഈസ് ദ സെക്രീഷൻ ഓഫ് മ്യൂക്കസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് അൺഡൈജസ്റ്റഡ് വേസ്റ്റ് ടുവേർഡ്സ് ദി പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഈ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള അൺഅബ്സോർബ്ഡ് സബ്സ്റ്റൻസസിനെ എന്ത് പേരിൽ വിളിക്കാം? ദ അൺഡൈജസ്റ്റഡ് അൺഅബ്സോർബ്ഡ് സബ്സ്റ്റൻസസ് ആർ കോൾഡ് ഫീസസ്. ഇതിനെയാണ് മലം എന്ന് പറയുന്നത്. ഫീസസ് എൻറ്റേഴ്സ് ദ സീക്കം ഓഫ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ സീക്കത്തിലേക്ക് പ്രവേശിക്കും. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ട് വി നോ ഈസ് ഇലിയം. ഇലിയത്തിൽ നിന്ന് സീക്കത്തിലേക്കാണ് ഈ വേസ്റ്റ് പ്രവേശിക്കുന്നത്. അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഇലിയം ആൻഡ് സീക്കം ദർ ഇസ് എ സ്ഫിങ്ക്റ്റർ കോൾഡ് ഇലിയോസീക്കൽ വാൽവ്. അവിടെ ഒരു ഇലിയോസീക്കൽ വാൽവിൻ്റെ പ്രവർത്തനമുണ്ട്. ഈ വാൽവിൻ്റെ സഹായത്തോടെയാണ് ഈ വാൽവ് തുറക്കുമ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഫീസസ് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ സീക്കത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇലിയോസീക്കൽ വാൽവ് പ്രിവെൻറ്റ്സ് ദ ബാക്ക് ഫ്ലോ ഓഫ് ദ ഫീക്കൽ മാറ്റർ. സീക്കത്തിനകത്തേക്ക് കയറിയ ഫീക്കൽ മാറ്റർ തിരിച്ച് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇലിയത്തിലേക്ക് കടക്കാതെ തടയുന്നതും ഇലിയോസീക്കൽ വാൽവാണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ബാക്ക് ഫ്ലോ ഓഫ് ദ ഫീക്കൽ മാറ്റർ. ഫീസസ് ടെമ്പററിലി സ്റ്റോഴ്സ് ഇൻ ദ റെക്റ്റം. ഈ റെക്റ്റൽ പാർട്ടിൽ വന്നിട്ട് ഫീസസ് കുറച്ച് സമയത്തേക്ക് അവിടെ സംഭരിച്ച് വെക്കപ്പെടുന്നു. സ്റ്റോർഡ് ടെമ്പററിലി. ഒരു നിശ്ചിത സമയം ഇത് റെക്റ്റത്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൈജഷൻ വിവിധ ഭാഗങ്ങളിൽ വെച്ച് സംഭവിച്ച് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വന്ന് ഡൈജഷൻ കംപ്ലീറ്റ് ആകുകയും ദഹിച്ച പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുകയും ചെയ്യും. ആഗിരണം ചെയ്യപ്പെടാത്ത വസ്തുക്കൾ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് വരികയും ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഫീസസ് ഫോം ചെയ്ത് റെക്റ്റത്തിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. നോക്കൂ, നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് അഥവാ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് കൃത്യമായ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ, ഹോർമോണുകളുടെ പ്രവർത്തനത്താൽ ദഹിച്ച് ലഘുഘടകങ്ങളായി മാറി. നാം കഴിച്ച വ്യത്യസ്തങ്ങളായ ഭക്ഷണത്തിന്, അതായത് പുട്ട്, ദോശ, ഇഡലി, ബിരിയാണി, ഭക്ഷണം എന്ത് തന്നെ ആകട്ടെ, ഇവ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വച്ച് ദഹിച്ച് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക് മാറി. ഇത് വളരെ സങ്കീർണമായൊരു പ്രക്രിയയാണ്. ലഘുവായ ഒരു പ്രക്രിയയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതിനകത്ത് ധാരാളം രാസപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹൗ ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ കോർഡിനേറ്റഡ്? എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഇങ്ങനെ ഏകോപിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഇവയെല്ലാം പരസ്പരം ബന്ധിതമാണ്. The activities of gastrointestinal tract are controlled by neural system and hormonal system. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിനകത്ത് വെച്ച് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്
ന്യൂറൽ സിസ്റ്റം, നാഡീവ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും ചേർന്നാണ്. ന്യൂറൽ സിസ്റ്റം ആൻഡ് ഹോർമോണൽ സിസ്റ്റം control and coordinate all the actions that take place in different parts of the gastrointestinal tract. ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും ന്യൂറൽ സിസ്റ്റവും ഹോർമോണൽ സിസ്റ്റവും ചേർന്നിട്ടാണ്. The sight, smell and presence of food in the oral cavity can stimulate the secretion of saliva. നമ്മൾ നേരത്തെ കഴിച്ച ഒരാഹാരത്തിൻ്റെ ഓർമ്മ ചിലപ്പോൾ നമ്മുടെ വായിൽ വെള്ളം നിറയ്ക്കും. ചില ഭക്ഷണ പദാർത്ഥങ്ങളെ കാണുമ്പോൾ, ചിലവയുടെ സ്മെല്ല്, മണം വരുമ്പോൾ, വായിൽ നമ്മൾ ആഹാരം വയ്ക്കുമ്പോൾ സലൈവയുടെ സെക്രീഷൻ ഉണ്ടാകും. ഇതെന്തുകൊണ്ടാണ്? സലൈവറി ഗ്ലാൻഡ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. ഈ ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ന്യൂറൽ സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവുമാണ്. ന്യൂറൽ സിസ്റ്റമാണ് നമ്മൾ നേരത്തെ കഴിച്ച ഭക്ഷണമാണെങ്കിൽ അതിൻ്റെ രുചി നമുക്ക് ഓർമ്മ വരുന്നത്. ഇത് ന്യൂറൽ സിസ്റ്റം ഇത് ഓർമ്മിച്ച് വെക്കുന്നത് കൊണ്ടാണ്. ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് വളരെ ഉത്തേജിപ്പിക്കുന്ന മണം വരാറുണ്ട്. അപ്പോൾ ആ മണം വന്ന ഉടനെ, നമ്മൾ ആ മണം അനുഭവിച്ച ഉടനെ തന്നെ നമുക്ക് സലൈവ സെക്രീറ്റ് ചെയ്യും. അത് ബ്രെയിനിലേക്കാണ് ഭക്ഷ്യവസ്തുക്കളുടെ മണം ഓൾഫാക്ടറി നെർവ് വഴി തലച്ചോറിലെത്തുകയും നമുക്ക് ആ ഗന്ധം തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യും. ഇങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ തലച്ചോറ് നിയന്ത്രിക്കുന്നുണ്ട്. വായിൽ ഭക്ഷണ പദാർത്ഥം എത്തിയ ഉടനെ നമ്മുടെ ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആകുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഈ ഇൻഫർമേഷൻ ബ്രെയിനിലെത്തുന്നു. സലൈവറി ഗ്ലാൻഡ്സിന് നിർദ്ദേശം ലഭിക്കുന്നു. സലൈവറി ഗ്ലാൻഡ്സ് സെക്രീറ്റ് സലൈവ. ആ സമയത്ത് സലൈവറി ഗ്ലാൻഡ്സ് സലൈവ സെക്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹോർമോണൽ system or endocrine system also take part in this process. Gastric secretions and intestinal secretions are also stimulated by neural signals. ഭക്ഷണം ആമാശയത്തിലും ചെറുകുടലിലും എത്തുമ്പോഴും ചില ന്യൂറൽ സിഗ്നലുകൾ ആമാശയരസവും ആന്ത്രരസവും ഉൽപ്പാദിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഗ്യാസ്ട്രിക് ജ്യൂസ് ആൻഡ് ഇൻറ്റസ്റ്റിനൽ ജ്യൂസ് ആർ സെക്രീറ്റഡ് by certain neural signals. Certain local hormones produced by the gastric and intestinal mucosa also control the secretion of digestive juices. Okay, let's revise what we have learned today. ആദ്യം നമ്മൾ പഠിച്ചത് ഫാറ്റ് ഡൈജഷൻ ഓർ ലിപ്പിഡ് ഡൈജഷൻ. ഫാറ്റ് ഡൈജഷൻ in mouth there is no fat digestion because saliva contain no lipid digesting enzymes. വായിൽ വെച്ച് ദഹനം സംഭവിക്കുന്നില്ല. Then it reaches the stomach. In stomach also negligible amount of fat is digested. കാരണം very small amount of lipases are produced in gastric juice. gastric juiceലും ലിപ്പേസസിൻ്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ തോതിലുള്ള ദഹനം മാത്രമാണ് ലിപ്പിഡിൽ സംഭവിക്കുന്നത്. Then it goes to small intestine. In small intestine, bile, pancreatic juice and intestinal juice help in lipid digestion. Actually, bile contains no enzyme that help fat digestion. Fat digestion സഹായിക്കുന്ന എൻസൈമുകളൊന്നും ബൈലിൽ ഇല്ലെങ്കിലും bile contains certain other materials like bile pigments. ബിലിറൂബിൻ, ബിലിവേർഡിൻ എന്നിങ്ങനെ 2 പിഗ്മെൻറ്റുകൾ ബൈലടങ്ങിയിട്ടുണ്ട്. നമ്മുടെ യൂറിനും ഫീസസിനും ഒരു പെയിൽ യെല്ലോ, പെയിൽ ഗ്രീൻ കളർ വരാനുള്ള കാരണം ബൈ ദ പ്രസൻസ് ഓഫ് ദീസ് ബിലിറൂബിൻ ആൻഡ് ബിലിവേർഡിൻ. ഈ 2 പിഗ്മെൻറ്റുമാണ് ഹ്യൂമൻ ബീയിങ്സിൽ യൂറിനിലും ഫീസസിനും ഒരു നിറവ്യത്യാസത്തിന് കാരണം. ബൈൽ ഹെൽപ്സ് ഇൻ ദ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ബൈൽ കൊഴുപ്പ് കണികകളുടെ എമൽസിഫിക്കേഷന് സഹായിക്കും. എമൽസിഫിക്കേഷൻ is the breakdown of large fat molecules into tiny droplets. വലിയ തന്മാത്രകളെ, വലിയ കൊഴുപ്പ് തന്മാത്രകളെ ചെറു കണികകളാക്കി മാറ്റാൻ ബൈൽ സഹായിക്കുന്നു. ഓൾസോ ബൈൽ ആക്ടിവേറ്റ്സ് ലിപ്പേസസ്. ബൈൽ ലിപ്പേസസിനെ, ഇനാക്റ്റീവ് ഫോമിലായിട്ടുള്ള ലിപ്പേസസിനെ ആക്ടിവേറ്റ് ചെയ്യാനും സഹായിക്കും. ഫർദർ ഡൈജഷൻ ഈസ് ഫെസിലിറ്റേറ്റഡ് by pancreatic juice and intestinal juice. Pancreatic juice contains pancreatic lipases. Pancreatic lipases
digest the fat into diglycerides and monoglycerides. ഫാറ്റിനെ തൊട്ടടുത്ത ലഘുരൂപമായ ഡൈഗ്ലിസറൈഡുകളായിട്ടും മോണോഗ്ലിസറൈഡുകളായിട്ടും മാറ്റുകയാണ് പാൻക്രിയാറ്റിക് ലിപ്പേസസ് ചെയ്യുന്നത്. Then intestinal juice contains lipases. They convert diglycerides and monoglycerides to fatty acids and glycerol. ഇപ്പോൾ ഇൻറ്റസ്റ്റിനൽ ജ്യൂസിലുള്ള ലിപ്പേസസ് ആണ് ഏറ്റവും ഫൈനലായിട്ടുള്ള ഫാറ്റ് ഡൈജഷന് സഹായിക്കുന്നത്. ദാറ്റ് ഇസ് പാൻക്രിയാറ്റിക് ജ്യൂസ് കൺവേർട്ട് ചെയ്ത് വെച്ച ഡൈഗ്ലിസറൈഡ്സിനെയും മോണോഗ്ലിസറൈഡ്സിനെയും ഫാറ്റി ആസിഡുകളായിട്ടും ഗ്ലിസറോളായിട്ടും മാറ്റുന്നത് ഇൻറ്റസ്റ്റിനൽ ജ്യൂസിലെ ലിപ്പേസസ് ആണ്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഫാറ്റ് ഡൈജഷൻ ബിക്കം കംപ്ലീറ്റ്. ഇത് കൂടാതെ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് എന്നിവയെ കൂടാതെ ന്യൂക്ലിക് ആസിഡ്സ് ആർ ഓൾസോ ഡൈജസ്റ്റഡ് ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ന്യൂക്ലിയേസസ് പ്രസൻറ്റ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസിലെ ന്യൂക്ലിയേസസ് ആണ് ന്യൂക്ലിക് ആസിഡ്സിനെ ന്യൂക്ലിയോടൈഡ്സും ന്യൂക്ലിയോസൈഡ്സുമായിട്ട് മാറ്റുന്നത്. These nucleotides and nucleosides are further converted to sugar and bases with the help of two enzymes present in intestinal juice, such as nucleotidases and nucleosidases. Nucleotidases act on nucleotides and convert it into nucleosides. Nucleosidases act on nucleosides and convert it into sugars ആൻഡ് ബേസസ്. അങ്ങനെ ന്യൂക്ലിക് ആസിഡിൻ്റെ ഡൈജഷനും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് പൂർത്തിയാകുന്നു. എല്ലാ മോളിക്യൂൾസിൻ്റെയും ഫൈനൽ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡിയോഡിനത്തിൽ വെച്ചാണ്. തൊട്ടടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഇൻ ജെജനം ആൻഡ് ഈലിയം ദീസ് ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ലിംഫ് ത്രൂ ഇൻറ്റസ്റ്റിനൽ മ്യൂക്കോസ. ജജനത്തിലെയും ഇലിയത്തിലെയും ഇൻറ്റസ്റ്റിനൽ മ്യൂക്കോസയിലേക്ക് ഈ ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യപ്പെടും. ഇനിയും ദഹിക്കാത്ത അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടാത്ത വസ്തുക്കൾ ഉണ്ടാകും. ഇങ്ങനെ അവശേഷിക്കുന്ന വസ്തുക്കൾ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പ്രത്യേകിച്ച് ദഹനമൊന്നും സംഭവിക്കുന്നില്ല. ബട്ട് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, മിനറൽസ് ആൻഡ് സർട്ടൻ ഡ്രഗ്സ് takes place in large intestine. വൻകുടലിൽ വെച്ച് ചില പദാർത്ഥങ്ങളുടെ ആഗിരണം സംഭവിക്കുന്നു. ഉദാഹരണം ജലം, ധാതുക്കൾ, ചില ഔഷധങ്ങൾ. ഇതുകൂടാതെ ലാർജ് ഇൻറ്റസ്റ്റൈൻ സെക്രീറ്റ്സ് മ്യൂക്കസ്. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന മ്യൂക്കസ് എന്തിനാണ് സഹായിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ അഡ്ഹറിങ് ദ അൺഡൈജസ്റ്റഡ് വേസ്റ്റ് പാർട്ടിക്കിൾസ് ടുഗെദർ. ദഹിക്കാത്ത ഈ ആഹാര പദാർത്ഥങ്ങളെ കൂട്ടിച്ചേർക്കാനും ആൻഡ് ഇറ്റ് ലൂബ്രിക്കേറ്റ്സ്, ഇതിനെ വഴുവഴുപ്പുള്ളതാക്കി മാറ്റുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വഴുവഴുപ്പുള്ളതാക്കി മാറ്റുന്നത്? ഫോർ ആൻ ഈസി പാസേജ് ടു ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ദഹന വ്യവസ്ഥയുടെ താഴേക്കുള്ള സഞ്ചാരത്തെ സുഗമമാക്കുന്നതിന് ഈ മ്യൂക്കസ് സഹായിക്കും. അങ്ങനെ ലാർജ് ഇൻറ്റസ്റ്റൈൻ രണ്ട് റോൾസ് ചെയ്യുന്നുണ്ട്: അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, മിനറൽസ് ആൻഡ് ഡ്രഗ്സ് ആൻഡ് സെക്രീഷൻ ഓഫ് മ്യൂക്കസ്. These undigested unabsorbed substances are called feces. This fecal matter enters the cecum from the ileum of small intestine. Small intestine ഇലിയത്തിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈനിലെ സീക്കത്തിലേക്കാണ് കടക്കുന്നത്. There is a valve in between the ileum and cecum which is called ileocecal valve. Ileocecal valve also has significance. That is, it prevents the back ഫ്ലോ ഓഫ് ഫീക്കൽ മാറ്റർ. സീക്കത്തിൽ നിന്ന് ഇലിയത്തിലേക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫീക്കൽ മാറ്റർ തിരിച്ചു പോകാതെ തടയുന്നതും ഇലിയോസീക്കൽ വാൽവാണ്. ദ ഫീസസ് ദസ് ഫോംഡ് ടെമ്പററി സ്റ്റോർഡ് ഇൻ ദ റെക്ടം ടിൽ ഡെഫിക്കേഷൻ. ഇത് വിസർജിച്ച് പുറത്ത് പോകുന്നത് വരെ റെക്റ്റത്തിലാണ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഫീസസ് സ്റ്റോർഡ് ഇൻ ദ റെക്ടം. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? വ്യത്യസ്തങ്ങളായ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്? ഭക്ഷണ പദാർത്ഥം വായിൽ വന്നത് മുതൽ, നമ്മൾ വായിൽ വെക്കുന്നത് മുതൽ അതിന് ഈ നടക്കുന്ന ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് നടക്കുന്നത് എങ്ങനെയാണ്? ഈ പ്രവർത്തനങ്ങളെല്ലാം സിങ്ക്രണൈസ്ഡ് ആണ്, ഒന്ന് മറ്റൊന്നുമായി കൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വായിൽ ആഹാരപദാർത്ഥം എത്തിയ ഉടനെ സലൈവറി ഗ്ലാൻസ് സലൈവ സെക്രീറ്റ് ചെയ്യുന്നു. അവിടെ ഡൈജഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഇറ്റ് മൂവ്സ് ടു സ്റ്റൊമക്ക്. ഈ വരുന്നത് ഈസോഫാഗസിലൂടെയാണ്.
വി ഹാവ് ഓൾറെഡി ലേൺഡ് ഈസോഫാഗസിലൂടെയുള്ള മൂവ്മെൻറ്റിനെ പറയുന്നത് പെരിസ്റ്റാൾസിസ് എന്നാണ്. അങ്ങനെ വേവ് ലൈക്ക് കോൺട്രാക്റ്റീവ് മൂവ്മെൻറ്റ്സിൻ്റെ സഹായത്താൽ ഈ ഭക്ഷണം ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിൽ വെച്ച് ഇത് ചേണിങ് മൂവ്മെൻറ്റ്സിന് വിധേയമാകുന്നു. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഖൈമായി മാറുന്നു. പിന്നീട് അവിടെ വെച്ചും ഡൈജഷൻ സംഭവിക്കുന്നു ചില ഘടകങ്ങൾക്ക്. പിന്നീട് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കടക്കുന്നു. വ്യത്യസ്ത ഭാഗങ്ങളിൽ വെച്ച് ഡൈജഷനും അബ്സോർപ്ഷനും സംഭവിക്കുന്നു. വേസ്റ്റ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുന്നത് വരെ നമ്മൾ മനസ്സിലാക്കി. എല്ലാ ആക്ടിവിറ്റീസും ഇങ്ങനെ പരസ്പരം കോർഡിനേറ്റഡ് ആണ്. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? വി നോ ഇൻ ബോഡി എവറി ബയോളജിക്കൽ ആക്ഷൻസ് ആർ വെൽ കോർഡിനേറ്റഡ് ആൻഡ് സിങ്ക്രണൈസ്ഡ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി ഏകോപിതമാണ്. അപ്പോൾ അതിന് സഹായിക്കുന്നത് വി ഹാവ് ടു സിസ്റ്റംസ്, ന്യൂറൽ സിസ്റ്റം ആൻഡ് ഹോർമോണൽ സിസ്റ്റം. ദേ കോർഡിനേറ്റ് ഡിഫറെൻറ്റ് ആക്ഷൻസ് ദാറ്റ് ടേക്സ് പ്ലേസ് in different parts of the gastrointestinal tract. The sight, smell and presence of food in the buccal cavity stimulates the secretion of saliva. ഭക്ഷണത്തിൻ്റെ സാന്നിധ്യം, ഗന്ധം, കാഴ്ച ഒക്കെ തന്നെ സലൈവറി ഗ്ലാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും സലൈവ ഉൽപ്പാദിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നതാണ്. Gastric secretions and intestinal secretions also under the control of neural signals. ആമാശയത്തിലും ചെറുകുടലിലും ഭക്ഷണം എത്തുമ്പോഴും ഇത്തരം ന്യൂറൽ സിഗ്നലുകൾ ഉണ്ടാവുകയും ആമാശയരസവും ആന്ത്രരസവും സ്രവിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ദഹന വ്യവസ്ഥയിലൂടെ ആഹാരം കടന്നു പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾ മസ്കുലാർ ആക്ടിവിറ്റീസ് സംഭവിക്കുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓൾ ദീസ് മസ്കുലാർ ആക്ടിവിറ്റീസ് ആർ ഓൾസോ കോർഡിനേറ്റഡ് ബൈ ന്യൂറൽ സിസ്റ്റം. അങ്ങനെ ഈ പ്രവർത്തനങ്ങളെ മുഴുവൻ നാഡീവ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയുമാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഒന്ന് ഞാൻ റിവൈസ് ചെയ്തു. ഇനി നിങ്ങൾക്കിത് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്? ലെറ്റ്സ് ഡു ആൻ അസൈൻമെൻറ്റ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ ഡൈജഷൻ ഓഫ് ലിപ്പിഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി അലിമെൻ്ററി കനാൽ. അലിമെൻ്ററി കനാലിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വെച്ച് കൊഴുപ്പിന് സംഭവിക്കുന്ന ദഹനത്തെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക. നോട്ട് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറുമായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യണം. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. താങ്ക് യു.